ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇന്നപ്പോൾ ഒരു ചാൻസ് കിട്ടിയേ. നമ്മുടെ ഇവിടെ വീടിനടുത്ത് ഈ നരസിപ്പുറയിൽ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുംഭമേളം നടന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് നരസിംഹസ്വാമി ടെമ്പിളാണ്. അവിടെ അത് ത്രിവേണി സംഗമമെന്നും പറയും. എന്താണെന്ന് വെച്ചാൽ 3 നദികൾ കൂടുന്ന ഒരു സ്ഥലമാണ് അത്. ആ 3 നദികൾ ഏതാണെന്ന് വെച്ചാൽ കാവേരി, കപില, സ്ഫടിക. ഈ 3 നദികൾ കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്കതൊന്ന് ഇന്ന് പോയി കണ്ടുപോകാം. അമ്പലത്തിൽ പോകാൻ ഞാനും 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് നടന്നു. പിന്നെ ഓട്ടോയിൽ പോയി. ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അമ്പലം, നരസിംഹസ്വാമി ടെമ്പിൾ. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. ഈ അമ്പലം ഏകദേശം 1600 വർഷത്തോളം പഴക്കമുള്ള അമ്പലമാണിത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ ഇതാണ് പുഴ. 3 നദികൾ കൂടുന്ന ഒരു സ്ഥലം. ഞാൻ കാണിച്ചിട്ടില്ലേ, ചെറിയതായിട്ട് കാണുന്നുള്ളൂ ദൂരെ നിന്ന്. അതൊരു പില്ലർ പോലെയാണ്. പില്ലറിൻ്റെ മുകളിൽ ഒരു നന്ദിയുടെ സ്റ്റാച്ചു കൊണ്ടൊരു ഫ്ലാഗും വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് സ്ഫടിക എന്ന നദി ഉത്ഭവിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ബോട്ടിൽ പോയി നോക്കാം. ഈ കാണുന്നതാണ് കബനിപ്പുഴ. ഈ പാലത്തിൻ്റെ അതിൽ കൂടെ വരുന്ന കബനിപ്പുഴ നമ്മുടെ കർണാടകയിലോട്ട് കയറുമ്പോൾ അതിൻ്റെ പേര് കപില എന്ന് പറഞ്ഞിട്ടാണ്.
ഇതാണ് കബനി പുഴ. ഈ സൈഡിൽ നിന്ന് വരുന്നതാണ് കബനി പുഴ, നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഓറഞ്ച് ഫ്ലാഗ് കാണുന്നിടത്താണ് നമ്മൾ പോകുന്നത്. ബ്രിഡ്ജ് കാണുന്നില്ലേ, അതിലെ കൂടെയാണ് കാവേരി പുഴ ഒഴുകി വരുന്നത്. ബോട്ടിൽ ചേട്ടൻ പറഞ്ഞത് നന്ദി സ്റ്റാച്ചു ഉള്ള ആ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ആഗ്രഹം ചോദിച്ചാലും അത് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞ് സംശയിക്കാതെ പോയിട്ട് രാത്രി കിടക്കുമ്പം സ്വപ്നത്തിൽ വരുമെന്നാണ് പറയുന്നത്. അത് പവർഫുൾ ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു നദി ഉത്ഭവിക്കുന്നതല്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നത്. കാശിയെക്കാട്ടിലും കൂടുതൽ പവർഫുൾ ആണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമ്മൾ തിരിച്ച് അമ്പലത്താറായി. പിന്നെ ബോട്ടിൽ അവസാനത്തെ ഒരു കറക്കമുണ്ട്, സൂപ്പറാ. കുറേ പ്രാവശ്യം ചാട്ടിനിട്ട് കറക്കും. ബോട്ടിന് 150 രൂപയാണ് പെർ ഹെഡ്. മൈസൂരിൽ ട്രിപ്പ് വരുന്നവരാണെങ്കിൽ ഇത് ഇങ്ങോട്ടും വരണം. ഇത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇത് മൈസൂരിൽ നിന്ന് 3 മണിക്കൂറേ ഉള്ളൂ. ടി നരസീപുര എന്നുള്ള പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ അമ്പലം ഉള്ളത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.